കേരള പോലീസിനെ നവീകരിക്കാനുള്ള പദ്ധതികൾക്ക് ഈ മാസം 15 മുതൽ തുടക്കമിടുകയാണ് ആഭ്യന്തര വകുപ്പ്. ഇതിനായി എൻ്റെ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതിയിലൂടെ പോലീസ് സ്റ്റേഷനുകൾ ജനസൗഹൃദമാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നത്. സ്റ്റേഷനുകളുടെ ചുമതല സിഐയിൽ നിന്ന് മാറ്റി പഴയതുപോലെ SI-മാർക്ക് തന്നെ നൽകാൻ തീരുമാനമെടുത്തു. CA-മാർക്ക് സൂപ്പർവൈസറി ചുമതലയാകും ഇനി ഉണ്ടാവുക. ആകെയുള്ള 484 പോലീസ് സ്റ്റേഷനുകളിൽ 63 ഇടങ്ങളിൽ വനിതകൾക്ക് SH ചുമതല നൽകാനുള്ള സുപ്രധാന തീരുമാനവും ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടും ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉയർത്തി. എന്നാൽ അവയ്ക്കെല്ലാം കുറിക്കുകൊള്ളുന്ന മറുപടി നൽകിയ മാധ്യമങ്ങളുടെ വായടപ്പിക്കുകയാണ് ചെന്നിത്തല ചെയ്തത്. അതിലൊന്ന്, പ്രളയസമയത്ത് മുഖ്യമന്ത്രി മറ്റു പരിപാടികളിൽ പങ്കെടുത്തു എന്ന വിമർശനത്തെക്കുറിച്ചായിരുന്നു. അതിൽ വീഴ്ചയുണ്ടായോ എന്ന ചോദ്യത്തിന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. പ്രളയബാധിത പ്രദേശങ്ങളായ റാന്നി, തിരുവല്ല, ആറന്മുള എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. പ്രളയമുണ്ടായ പ്രദേശങ്ങളിൽ ഉടൻ സന്ദർശനം പാടില്ലെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് തനിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ടായിരുന്നു. അതാണ് താനും മുഖ്യമന്ത്രിയും പോകാൻ വൈകിയതെന്നും വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി. രണ്ടാമത്തെ വിഷയം, പുനർജനി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതായിരുന്നു. അതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ച വിമർശനങ്ങളാണ് ചോദ്യമായി വന്നത്. തോൽവിക്ക് ശേഷം ഗോവിന്ദന് സംശയം കൂടുതലാണെന്ന് പരിഹസിച്ച ചെന്നിത്തല, പിണറായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്താണ് അന്വേഷണം മുഴുവൻ നടന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സതീശനെ ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവും അന്വേഷണ സംഘത്തിന് കിട്ടിയില്ല. അന്നത്തെ വിജിലൻസ് DGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഫെമ നിയമപ്രകാരമുള്ള അന്വേഷണം വിജിലൻസിന് സാധിക്കില്ല എന്നാണ്. CBI അന്വേഷിക്കണമെന്ന ശുപാർശ റിപ്പോർട്ടിലില്ല. സതീശനെതിരെ തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് പിണറായി ഇത് CBIക്ക് വിട്ടില്ലെന്ന ചോദ്യമാണ് ചെന്നിത്തല തിരിച്ചു ചോദിച്ചത്. ചെന്നിത്തലയുടെ ആ പ്രതികരണങ്ങൾ കാണാം. ഞാൻ പറയട്ടെ, ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ ഞാനാണോ പറയണ്ടേ? ഞാനങ്ങനെ പറയാൻ പാടില്ല. KG മോഹൻദാസിൻ്റെ പേരിൽ എനിക്ക് പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആ പരാതി IG ക്രൈംസിന് കൊടുത്തു. ക്രൈംസ് അദ്ദേഹത്തിൻ്റെ പേരിൽ FIR ഇട്ടു. അന്വേഷണം നടക്കുകയാണ്. അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ തീരുമാനിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ? അല്ല ആഭ്യന്തരമന്ത്രി പറയും ഇന്നയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അത് പോലീസിന് കേൾക്കാൻ പറ്റുമോ? അവിടെയല്ലേ തെറ്റ്? ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പോയല്ലോ. മുഖ്യമന്ത്രി ഒരു ദിവസം മുഴുവൻ റാന്നി, തിരുവല്ല, പത്തനംതിട്ട ജില്ലകളുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ പോയിരുന്നു. ഞാനൊരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയിലും ഞാൻ ഉണ്ടായിരുന്നു. ഇന്നലെയും ഞാൻ പോയി കുട്ടനാട്. ഇന്നലെയും ഞാനും എക്സൈസ് മന്ത്രി ലിജു ഞങ്ങൾ ഇന്നലെ കായംകുളം, ഹരിപ്പാട്, അമ്പലപ്പുഴ, കുട്ടനാട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളും പോയി. ഒരിക്കലുമല്ല. ഇന്ന് റവന്യൂ മന്ത്രി ആലപ്പുഴ സന്ദർശിക്കുന്നുണ്ട്. പിന്നെ ഓരോ ജില്ലയിലും ചുമതലപ്പെട്ട മന്ത്രിമാർ പോയിട്ടുണ്ട്. കഴിഞ്ഞ മുഖ്യമന്ത്രി എത്ര സ്ഥലത്താണ് പോയത് ഞാൻ ചോദിക്കുക? ആകെ പോയത് ഞാനും അദ്ദേഹം കൂടെ ഹെലികോപ്റ്ററിലാണ് പോയത്. ഒരു താഴെ ഇറങ്ങിയില്ല ഒരു സ്ഥലത്തും പോകാൻ. 2 സ്ഥലത്ത് ഞങ്ങൾ താഴെ ഇറങ്ങി. ഒരു മിനിറ്റ്, ബത്തേരിലും ഇറങ്ങി, പിന്നെ ഏതോ ഒരു സ്ഥലത്തോടെ ഇറങ്ങി. ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഈ പ്രളയം ഉണ്ടായ സ്ഥലങ്ങളിൽ ശ്രീ പിണറായി വിജയൻ എത്ര സ്ഥലത്ത് പോയില്ല. മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിമാരത് നോക്കുന്നുണ്ട്. മന്ത്രിമാർ അതേ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞാനും അവിടെ പോയിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ ഞാനും പോയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹവും പോയി. അല്ല, അങ്ങനെയല്ല. അഞ്ചാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുന്നത്. കോൺഗ്രസ് നേതാവ് നേതാവില്ലേ, അതൊരു അനുചിതമായ ഒരു പരിപാടി. സൽക്കാരത്തിൽ പങ്കെടുക്കുക അന്നത്തെ ദിവസം കേരള ആകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ദിവസം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ പാടില്ലായിട്ടാണ് ഈ ചോദിക്കുന്നത്. ഞാൻ അന്ന് പോകാൻ തയ്യാറായിരുന്നു. എന്നോട് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു, സാർ ഒരു മിനിറ്റ്. അതെ, മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുക്കുമല്ലോ ഇൻഫർമേഷൻ. നമ്മൾ ആ സമയത്ത് പോകരുത്. പോയാൽ അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രശ്നമുണ്ടാവും. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരും പോലീസും എല്ലാം കൂടി നമ്മളോട് വരികയും അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഇത് മാത്രമല്ല, ഏത് സംഭവം ഉണ്ടാകുമ്പോഴും നമ്മളോട് ഇവർ പറയും നിങ്ങളിപ്പോൾ പോരെന്ന് പറയും.
ഒരല്പം വെയിറ്റ് ചെയ്തിട്ടേ പോകാവൂ. അതേ ഒരു സീനിയറായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾ അവരോട് ചോദിക്കും. അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം. കാരണം അന്ന് നമ്മളവിടെ ചെല്ലുമ്പോൾ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസും ഫയർഫോഴ്സും റവന്യൂ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പം അവർക്കത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകാൻ പാടില്ല. ആ സമയം ആ ദിവസം പോകാൻ പാടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് പോയി കാര്യങ്ങൾ വിലയിരുത്തുക. അതാണ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ആഭ്യന്തരമന്ത്രിമാരും ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മളവിടെ. അത് നിങ്ങളിത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇവരുടെ അഡ്വൈസ് എല്ലാം അങ്ങനെയാണ് ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെ പാടുള്ളൂ. ആ സമയത്ത് ആളുകളെ വോട്ടിൽ കൊണ്ടുവരിക, അവിടുന്ന് കൊണ്ടുവരിക, രക്ഷപ്പെടുത്തി കൊണ്ടുവരിക, എല്ലാ സഹായങ്ങളും നൽകുക. അതാണോ പ്രധാനം? അതോ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂടെ വരികയാണോ പ്രധാനം? അതുകൊണ്ട് എപ്പോഴും അവർ ഞങ്ങളെ അഡ്വൈസ് ചെയ്യും. നിങ്ങളിപ്പോൾ പോകരുത്, 2 ദിവസം കഴിഞ്ഞേ പോകാവൂ. അതാണ് എൻ്റെ അഡ്വൈസ്. അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മുഖ്യമന്ത്രി ആ സമയത്ത് സ്വകാര്യ ചടങ്ങുകളെ, ജ്വല്ലറി ഉദ്ഘാടനം, ഓഫീസർ സെന്റർ ഉദ്ഘാടനം, ഇത്തരം പരിപാടികൾ സൽക്കാരങ്ങൾ ഒഴിവാക്കി തിരുവനന്തപുരത്ത് വന്ന് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനല്ലേ? അദ്ദേഹം വിവേകം കാണിക്കേണ്ടതായിരുന്നില്ലേ? അദ്ദേഹം ഞാനും കൂടി പങ്കെടുത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ച്. മറ്റേ മന്ത്രിമാർ ഓൺലൈനിലുണ്ടായിരുന്നു, കളക്ടർമാർ ഓൺലൈനിലുണ്ടായിരുന്നു. ഞാനും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചാണ് മുന്നോട്ട് പോയത്. തന്നെയുമല്ല എല്ലാവിധ സഹായവും നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് പഴയ മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി മിണ്ടാത്തത്? ആകെ സംശയമുള്ള ഗോവിന്ദ മാസ്റ്ററൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്തിരി സംശയം കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം. ഇതിനകത്തൊരു കാര്യം വളരെ വ്യക്തമാണ്. പുനർജനി പദ്ധതിയിൽ അന്നത്തെ MLAയും പിന്നീട് പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവും ഇടതുമുന്നണി ഗവൺമെൻറ് കാലത്ത് അന്വേഷിച്ച ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല. ഈ അന്വേഷണം മുഴുവൻ നടന്നത് ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. ആദ്യത്തെ DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ട് പ്രകാരമുള്ള അന്വേഷണങ്ങൾ നടത്താൻ വിജിലൻസിന് കഴിയത്തില്ലെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് CBI അന്വേഷിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചുമ്മാ തെറ്റായ വാർത്തകൾ വെറുതെ കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊന്നും വിജിലൻസ് അന്വേഷിക്കാൻ കഴിയില്ല, ഇത് അന്വേഷിക്കേണ്ടത് വേറെ ഏജൻസികളാണ്, കേന്ദ്ര ഏജൻസികളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാണ്ട് അവരന്വേഷിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇത് അങ്ങനെയാണെങ്കിൽ തെളിവുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് CBIക്ക് വിട്ടില്ല? അല്ലെങ്കിൽ വേറെ കേന്ദ്ര ഏജൻസികൾക്ക് എന്തുകൊണ്ട് വിട്ടില്ല? കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനകത്ത് യാതൊരു കഴമ്പുമില്ല, തെളിവില്ലെന്ന്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഈ കേസ് CBIക്ക് വിടാതിരുന്നത്? ഇപ്പം ഞങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന ഫയലിൽ ശ്രീ VD സതീശനെ കണക്ട് ചെയ്യാനുള്ള ഒരു തെളിവുമില്ല എന്നെഴുതി വന്ന് ഈ കേസ്, അതുകൊണ്ടാണ് ഈ കേസ് ക്ലോസ് ചെയ്തത്. ഒരു തെളിവുമില്ല എന്ന് ഇടതുമുന്നണിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അവരും ഒന്ന് ഫർദർ ആക്ഷൻ എടുക്കാതിരുന്നത്. അത്രേ ഉള്ളത്. ഇത് മനസ്സിലാവാത്ത ഒറ്റ വ്യക്തിയേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഗോവിന്ദ മാസ്റ്റർക്ക് മാത്രമേ ഇത് മനസ്സിലാവാതുള്ളൂ. പിണറായി വിജയൻ പോലും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി. അതെ, അത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടാണോ അല്ലെങ്കിൽ രണ്ടാമതൊന്നാണ് വിജിലൻസ് ഡയറക്ടർ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ കൊണ്ട് അത് ഫർദർ അന്വേഷണം നടത്തിച്ചിട്ടാണോ? അല്ല, ആ ഫയൽ അതിനകത്ത് ആ ഫയലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെളിവില്ല എന്ന് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടറല്ലേ എനിക്ക് ഫയൽ അയക്കുന്നത്, അല്ലാണ്ട് പഴയ ഡയറക്ടറാണോ? ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ പഴയ വിജിലൻസ് ഡയറക്ടർ പറഞ്ഞ കാര്യം കൂടി ചേർത്തുള്ള ഫയലാണ് അയച്ചത്. എന്തുകൊണ്ട് പഴയ മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി മിണ്ടാത്തത്? ആകെ സംശയമുള്ള ഗോവിന്ദ മാസ്റ്ററൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ ഇത്തിരി സംശയം കൂടുതലാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം.